നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല രാവിലെയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് മഴ ഇങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് മഴ ഇങ്ങനെ ശക്തമാകുന്ന സാഹചര്യം. ഇന്ന് 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്, കണ്ണൂരും കാസർഗോഡും. ബാക്കി 8 ജില്ലകളിലോളം യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. എന്തായാലും അങ്ങനെ മഴ കനക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട സമയമാണ്. മുൻകരുതൽ വേണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം അടക്കം എല്ലാ ജില്ലകളിലും നൽകിയിട്ടുമുണ്ട്. അതാണ് കാലാവസ്ഥയുടെ ഒരു പൊതുചിത്രമെന്ന് പറയുന്നത്. ഇതടക്കം ഒരുപാട് വാർത്തകൾ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ രാവിലെയിൽ ആദ്യം നോക്കുന്നത് നാട്ടിലെന്തുണ്ട്. വീട്ടുമുറ്റത്ത് മുന്തിരി വസന്തം തീർത്ത് കാസർഗോഡ് പള്ളിക്കരയിലെ ഷംസുദ്ദീനും കുടുംബവും. പരിമിതമായ സ്ഥലമെങ്കിലും വീട്ടുപറമ്പിന്റെ മതിലിനോട് ചേർന്ന് മുന്തിരി കുലച്ചു നിൽക്കുകയാണ്. ഷംസുദ്ദീനും ഭാര്യ ഖദീജയ്ക്കും ഇത് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്. 2.25 സെന്റ് സ്ഥലം മാത്രമുള്ള വീട്ടുപറമ്പിൽ നിറയെ മുന്തിരി വിളഞ്ഞു നിൽക്കുകയാണ്. വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ കൗതുകം. മുന്തിരിവള്ളികൾ നിറയെ കുലകളോടുകൂടി മതിലരികോട് ചേർന്ന് പന്തലിച്ചു നിൽപ്പുണ്ട്. പള്ളിക്കര സഫ്വ മൻസിലിലെ പറമ്പിൽ നിന്ന് വീട്ടുകാർ മുന്തിരി മധുരം പങ്കിടാൻ തുടങ്ങിയിട്ട് 4 മാസത്തോളമായി. 3 വർഷം മുൻപ് വഴിയരികിൽ നിന്ന് വാങ്ങിയ മുന്തിരിച്ചെടിയാണ് പരിമിതമായ സ്ഥലത്ത് നിറയെ മുന്തിരിക്കുലകളുമായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്നത്. കാഞ്ഞങ്ങാട് റോഡ് സൈഡിൽ നിന്ന് ഏട്ടന്റെ ഭാര്യ വാങ്ങിയതാണ്. 2 വർഷം കഴിഞ്ഞത്. പ്രാവശ്യമാണ് കൂടുതൽ ഉണ്ടായത്. കഴിഞ്ഞ പ്രാവശ്യം ചെറുതായിട്ട് 2-3 തവണ പറിച്ചെടുത്തു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഉണ്ടായിരുന്നു. ഇളം നാമ്പുകൾ നുള്ളിക്കളയാൻ തുടങ്ങിയതോടെ നന്നായി കായ്ച്ചു തുടങ്ങി. ജൈവാവശിഷ്ടം മികച്ച വളമാകുന്നുണ്ടെന്ന് വീട്ടുകാർ പറയുന്നു. തുടർച്ചയായി മുന്തിരി ലഭിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർക്കും നൽകുന്നുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. നമ്മൾ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ ഇതേപോലെ മുന്തിരികളൊക്കെ കായ്ച്ചു നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അത് മാത്രമല്ല, നമ്മളത് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു വിളവുണ്ടാകുന്നത്, അതിപ്പോൾ ഒരു പൂവോ കായോ ഒക്കെ പുതുതായിട്ട് ആ ഒരു ചെടിയിൽ ഉണ്ടാകുന്നത് കാണുന്നത് നമുക്ക് വലിയൊരു ആത്മസംതൃപ്തിയും ഒരു പോസിറ്റീവ് എനർജി കൂടിയാണ്. അപ്പോൾ ഈ സ്ഥലപരിമിതിയുണ്ട്, സ്ഥലമൊന്നും ഇല്ലല്ലോ നമുക്കങ്ങനെ കൃഷി ചെയ്യാൻ, പൂന്തോട്ടം ഒരുക്കാൻ എന്നൊക്കെ ആലോചിക്കുന്നവരാണെങ്കിൽ നോക്കൂ, മട്ടുപ്പാവിലും മതിലിനോട് ചേർന്നുമൊക്കെ പരിമിതമായ സ്ഥലത്ത് വലിയ രീതിയിൽ മികച്ച രീതിയിൽ കൃഷി ഒരുക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അത്തരത്തിൽ മാതൃക തീർക്കുകയാണ് കാസർഗോഡെ ഷംസുദ്ദീനും കുടുംബവും. പ്രകൃതി മനോഹര കാഴ്ചകളാൽ സമ്പന്നമാണ് കോതമംഗലത്തെ വടാട്ടുപാറക്കുത്ത്. മഴക്കാലം കൂടി ആയതോടെ ഇവിടുത്തെ സൗന്ദര്യം ഇരട്ടിയായി. നമുക്ക് ആ സൗന്ദര്യം കണ്ടിട്ട് വരാം. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തിയിലാണ് വടാട്ടുപാറക്കുത്ത്. പ്രകൃതി കനിഞ്ഞു നൽകിയ സൗന്ദര്യം. തണുത്ത മലമടക്കുകളിലൂടെ സദാ പതഞ്ഞൊഴുകിയെത്തുന്ന വെള്ളം. കാഴ്ചക്കാർക്ക് എന്നും വിസ്മയമാണ് ഈ പ്രദേശം. കോതമംഗലത്ത് നിന്ന് 20 അടിയോളം കിലോമീറ്റർ ദൂരെയാണ് വടാട്ടുപാറ വെള്ളച്ചാട്ടം. മഴക്കാലമായതോടെ നിറഞ്ഞൊഴുകുകയാണ്. അതിമനോഹരമായ സ്ഥലമാണിതെന്നും അപകടരഹിതമായി കുടുംബത്തോടൊപ്പം ഇവിടെ എത്തി ആസ്വദിച്ച് മടങ്ങാമെന്നും സഞ്ചാരികൾ. ഞങ്ങൾ വടാട്ടുപാറക്കുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസും റീൽസും കണ്ടപ്പോൾ ഒരു വീക്കെൻഡ് കിട്ടിയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. വന്നപ്പോൾ ഭയങ്കര സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ആണ്. അതിലും കൂടുതൽ എൻ്റെ കൂടെ മോനുണ്ട്. ആൾക്കൊക്കെ നല്ല സേഫായിട്ടിരുന്ന് വെള്ളത്തിൽ കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. ലൈക്ക് വീക്കെൻഡ് ഗെറ്റവേ. നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. എന്നാൽ അതത്ര സേഫുമാണ്. സ്ലൈഡൊക്കെ ചെയ്ത് പോരാം. നല്ല മടിത്തട്ടായതുകൊണ്ട് വലിയ ഡേഞ്ചർ ഇല്ലാതെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ്. കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമായി വടാട്ടുപാറയെ കൂട്ടിയിണക്കി പദ്ധതി തയ്യാറാക്കിയാൽ വലിയ വികസനം സാധ്യമാകുമെന്ന് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൽദോസ് ബേബി പറഞ്ഞു. ഒരു ടൂറിസ്റ്റ് വകുപ്പ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ, സർക്കാർ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി ഈ പ്രദേശം മാറും. അതോടൊപ്പം വടാട്ടുപാറയിൽ നിന്ന് 5-6 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കുട്ടമ്പുഴ പ്രദേശത്ത് എത്താൻ കഴിയും. അങ്ങനെ എത്താൻ കഴിഞ്ഞാൽ അവിടെയുള്ള തട്ടേക്കാട് പക്ഷിസങ്കേതം, ആനക്കയം ഉൾപ്പെടെ പൂയംകുട്ടി ഉൾപ്പെടെയുള്ള കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് മേഖലകൾ അവിടെയുണ്ട്. അതിനെല്ലാം ഉയർത്തിക്കൊണ്ട് വന്നാൽ ഈ എറണാകുളത്തു നിന്ന് വരുന്നവർക്കും എല്ലാം ഒരു ഇടത്താവളം എന്ന വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പ്രദേശത്തിനെ മാറ്റിയെടുക്കാൻ കഴിയും. കാടിന്റെ വന്യതയും പ്രകൃതിദത്തമായ സൗന്ദര്യവും ഒത്തുചേരുന്ന വടാട്ടുപാറക്കുത്ത് ഇപ്പോൾ സഞ്ചാരികളാൽ നിറഞ്ഞൊഴുകുകയാണ്. ന്യൂസ് 18 എറണാകുളം.
അപ്പോൾ അതാണ് വടാട്ടുപാറ കുത്തിന്റെ സൗന്ദര്യം. മഴക്കാലമാകുന്നതോടു കൂടിയിട്ടാണ് കൂടുതലായും ഇത്തരത്തിലുള്ള ചെറു വെള്ളച്ചാട്ടങ്ങൾക്കൊക്കെ കൂടുതൽ ഭംഗി വരുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അടിക്കടി മഴ ഇങ്ങനെ ശക്തമാകുന്ന സാഹചര്യം, അപ്രതീക്ഷിതമായ ഒരു പക്ഷേ വലിയ മഴ പെയ്യാനുള്ളൊരു സാഹചര്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഇതുപോലുള്ള സ്ഥലത്തേക്കൊക്കെ ഈ ഘട്ടത്തിൽ പോകുന്നത് അത്ര സേഫ് ആയിരിക്കില്ല എന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ സ്റ്റുഡൻസ് പോലീസ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന മധുരവനം പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. സ്കൂൾ പരിസരങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്നതാണ് പദ്ധതി. കാസർഗോഡ് 45 സ്കൂളുകളിലാണ് 2ാം ഘട്ട പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ മാർഗനിർദ്ദേശത്തിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, കൃഷിവകുപ്പ്, കാസർഗോഡ് ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവയുടെ സഹായത്തോടെയാണ് പദ്ധതി. ഗ്രാഫ്റ്റ് ചെയ്ത മാവിൻ തൈ, പേര, നെല്ലി, പ്ലാവ് എന്നിവയ്ക്ക് പുറമെ വിദേശ ഇനങ്ങളായ ചെംലാങ്, പീനട്ട് ഫ്രൂട്ട് എന്നിവയും ഇത്തവണ സ്കൂളിലെത്തും. ആദ്യ വർഷം നമ്മുടെ ജില്ലയിലെ 42 സ്കൂളുകളിലും മധുരവനം പദ്ധതി, അതായത് ഫ്രൂട്ട്സ് ചെടികൾ മാത്രം നൽകിക്കൊണ്ട് നന്നായി നടപ്പിലാക്കിയിരുന്നു. ഇപ്രാവശ്യം അതിന്റെ 2ാം ഘട്ടമാണ് നടപ്പിലാക്കുന്നത്. നിങ്ങളുടെ സ്കൂളും നിങ്ങളുടെ പരിസരവും നിങ്ങളുടെ വീടും ഒക്കെ ഇതിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക, അതിന്റെ പരിചരണങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുക. ഓരോ സ്കൂളിലും 2 കുട്ടികളെയാണ് ഒരു ചെടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. ഓരോ ചെടിയുടെയും വളർച്ചാ വിവരം ആഴ്ചയിൽ ഡയറിയിൽ രേഖപ്പെടുത്തണം. എല്ലാ ആഴ്ചയിലും സ്കൂളിലെ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ അധ്യാപകർ ചെടികൾ നിരീക്ഷിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഏറ്റവും നന്നായി പദ്ധതി നടപ്പാക്കിയ സ്കൂളിന് അനുമോദനവുമുണ്ട്. തൃക്കരിപ്പൂർ ഫോം പോയിന്റ് അഗ്രി നഴ്സറിയാണ് ആവശ്യമായ തൈകൾ നൽകിയത്. ജില്ലാതല ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ T. തമ്പാൻ നിർവഹിച്ചു. ഡ്രിൽ ഇൻസ്ട്രക്ടർമാരായ K. കൃപേഷ്, UK നിധിന, അധ്യാപിക ശ്രീമ മുകുന്ദൻ, ശ്യാം കൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കേരളത്തിലെ തന്നെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇല്ലിക്കക്കല്ല്. ഒരുപാട് ആളുകൾ ദിനം പ്രതി അവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസിലും ഒക്കെ സ്ഥിരമായി നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചയാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ വ്യൂ, അല്ലേ? എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട്. ഈ ഇല്ലിക്കൽ കല്ല് അപകടാവസ്ഥയിലാണ് എന്നുള്ള തരത്തിലാണ് ഈ റീലുകളൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇല്ലിക്കൽ കല്ല് അപകടാവസ്ഥയിലാണോ? കോട്ടയം ജില്ലയിലെ ടൂറിസം കേന്ദ്രമാണ് ഇല്ലിക്കൽ കല്ല് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ പ്രചരിക്കുന്ന വീഡിയോകളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ വാർത്തകൾ പ്രചരിച്ചതോടെ ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തലുകൾ എന്താണ് എന്നുള്ളതാണ് G. ശ്രീജിത്ത് പറഞ്ഞു തരാൻ പോകുന്നത്. റിപ്പോർട്ട് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി ഉയരത്തിൽ പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ച. ഭൂമിയുടെ നെറുകയിൽ തലപ്പാവണിഞ്ഞു നിൽക്കുന്ന കൂനങ്കല്ലും കുടക്കല്ലും, അതിനടിയിലെ നരകപ്പാലം. മധ്യ കേരളത്തിലെ അത്ഭുതങ്ങളിലൊന്നാണ് ഈ ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ല് മാത്രമല്ല, അത് കാണാൻ തൊട്ടടുത്ത് മലയുടെ രൂപത്തിൽ ഒരു ഗ്യാലറി കൂടി പ്രകൃതി ഒരുക്കിയെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇടയ്ക്കിടെ വന്നു പോകുന്ന കുഞ്ഞുമഴയും കോടമഞ്ഞുമെല്ലാം ഇവിടെ എത്തുന്നവർക്ക് പുതിയ അനുഭൂതി തന്നെ നൽകുന്നു. നമ്മള് 3 ജില്ല കടന്നിട്ടാണ് ഇവിടെ ഇല്ലിക്കൽ കല്ല് വന്നിട്ടുള്ളത്. പൊളി ചില്ല് വൈബാണ്, സൂപ്പറാണ്. ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഇല്ലിക്കൽ കല്ല്. വാഗമണ്ണ് പോയിട്ട് വരികയാണ്. ഇവിടെ നല്ല വൈബാണ്, നല്ല ഉഷാറാണ്. ഇല്ലിക്കൽ കല്ലിനെ കുറിച്ച് പലവിധ ആശങ്കകളാണ് പ്രചരിച്ചിരുന്നത്. ഇത് വിശ്വസിച്ച പലരുമുണ്ട്. ആളുകൾ നമുക്ക് പറയുന്നുണ്ട് കല്ലിന് ചെറിയൊരു വിളർച്ച ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഡേഞ്ചർ സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഭൂമിക്ക് എന്തെങ്കിലും കുലുക്കോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ കല്ല് ഉറപ്പായിട്ടും താഴോട്ട് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കല്ലുകൾ തമ്മിലുള്ള അകലം കൂടി എന്നതാണ് പ്രധാന പ്രചരണം. ഇതുമൂലം ഏത് സമയം വേണമെങ്കിലും അപകടമുണ്ടാകാമെന്നും പ്രചരണം നടന്നു. ഇതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് ജിയോളജി വകുപ്പിനെ കൊണ്ട് സ്ഥലത്ത് പരിശോധന നടത്തി. പരിശോധനയിൽ കണ്ടെത്തിയത് ഇതാണ്. ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും
കൃത്യമായ അതിനാവശ്യമായ പഠനം ദുരന്ത നിവാരണ വകുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ടും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ആവശ്യമായ പഠനങ്ങൾ നടത്തി അവിടേക്ക് എത്തിച്ചേരുന്ന സഞ്ചാരികളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള തുടർ നടപടികളുണ്ടാവും. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രചരിച്ച കാര്യങ്ങളിലൊന്നും വസ്തുതയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടത്തിയ പഠനത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾക്ക് ഭയമില്ലാതെ ഇല്ലിക്കൽ കല്ലിലേക്ക് എത്താം. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. ശ്രീജിത്ത് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലെ പ്രകൃതി ഒരുക്കിയ ഒരു അത്ഭുതം തന്നെയാണ് ഇല്ലിക്കൽ കല്ല്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ, വിനോദസഞ്ചാരികൾ ദിനം പ്രതി അവിടേക്ക് എത്തുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നതിനാൽ തന്നെ പലരും ഇപ്പോൾ അവിടേക്ക് എത്താൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണവുമായി ന്യൂസ് 18 അങ്ങോട്ട് എത്തിയത്. അപ്പോൾ ജിയോളജി വകുപ്പ് നടത്തിയ പരിശോധനയിൽ പറഞ്ഞ കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അവിടെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ല, അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. കല്ല് ഇടിഞ്ഞ് താഴേക്ക് വീഴും എന്നുള്ള ഒരു സാഹചര്യം, ഒരു അപകടാവസ്ഥ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. പക്ഷേ കൂടുതൽ പഠനങ്ങൾ ഇത്തരത്തിലൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമായതിനാൽ തന്നെ നടത്തും എന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും അവിടേക്ക് ഇപ്പോൾ എത്തുന്നതിന് ഒരു കുഴപ്പവുമില്ല. സഞ്ചാരികൾക്ക് ഇഷ്ടം പോലെ അവിടേക്ക് യാത്ര ചെയ്യാം, ഒരു ഭയപ്പാടും വേണ്ട. വീടിന്റെ ഭിത്തി നിറയെ മനോഹരമായ ചുമർ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു കുഞ്ഞു ചിത്രകാരനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചുമിടുക്കൻ വരച്ച ചിത്രങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. പത്തനംതിട്ട തിരുവല്ല മുത്തൂർ സ്വദേശി അശ്വിൻ എ നായരുടെ വരക്കാഴ്ചകളിലേക്കാണ് ഇനി. മനോഹരമായ ചിത്രങ്ങളാണ് വീട് നിറയെ. എല്ലാം 8ാം ക്ലാസ്സുകാരനായ അശ്വിൻ വരച്ചതാണ്. വീട്ടിലെത്തുന്നവരെ ആകർഷിക്കുന്നതും ഈ ചുമർ ചിത്രങ്ങളാണ്. കുഞ്ഞു പ്രായത്തിൽ തന്നെ അശ്വിൻ വരച്ചു തുടങ്ങി. എല്ലാ കുഞ്ഞുങ്ങളെയും പോലെ ആദ്യ വര വീടിൻ്റെ ഭിത്തിയിൽ തന്നെയായിരുന്നു. ഭിത്തിയിലെ വര അച്ഛൻ അഭിലാഷും അമ്മ ശ്രീജയും പിന്തിരിപ്പിച്ചില്ല, പകരം കൂടുതൽ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ വരച്ചതാണ് ഭിത്തി നിറയെ കാണുന്ന ഈ ചിത്രങ്ങൾ. ഞാൻ കോവിഡ് സമയത്താണ് വരയ്ക്കാൻ തുടങ്ങിയത്. ഞാൻ ആദ്യം ബുക്കയിലൊക്കെ വരച്ച്, അത് കഴിഞ്ഞ് ഭിത്തിയിൽ വരയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഇഷ്ടപ്പെട്ട പടം തെയ്യമാണ്. ഞാൻ അക്രലിക് പെയിൻറ്റിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. അച്ഛനും അമ്മയും സപ്പോർട്ട് തരുന്നുണ്ട്, സ്കൂളിലും സപ്പോർട്ടുണ്ട്. തനിയെ വരച്ചു തുടങ്ങിയ അശ്വിൻ പിന്നീട് ചിത്രരചന ക്ലാസ്സിൽ പരിശീലനം നേടിയത് 7 മാസം മാത്രം. മനസ്സിൽ തോന്നിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പിന്നീട് പതിവായി. തിരുവല്ല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അശ്വിൻ്റെ പഠനം. സ്വന്തം വിദ്യാലയത്തിൻ്റെ ചുവരുകളിലും അശ്വിൻ വരച്ച ചിത്രങ്ങളുണ്ട്. ക്ലബ്ബുകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ചുമരുകളിൽ ചിത്രം വരയ്ക്കാൻ അശ്വിനെ തേടി എത്തുന്നവരുമുണ്ട്. ചിത്രരചനയിൽ വിസ്മയങ്ങൾ തീർക്കുകയാണ് അശ്വിൻ. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ ആദ്യമായി അശ്വിൻ ഈ ഭിത്തിയൊക്കെ വരച്ചു തുടങ്ങിയപ്പോൾ അച്ഛനും അമ്മയും വിലക്കിയിരുന്നെങ്കിലോ അല്ലേ, ഇത്രയും നല്ലൊരു കലാകാരനെ കിട്ടുമായിരുന്നോ? എന്തായാലും നമ്മൾ മറ്റ് വാർത്തകൾ കൂടി നോക്കാം. ഇടുക്കി ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിനെതിരെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും എതിരെയാണ് ആരോപണം. വിവിധ പദ്ധതികളുടെ പേരിൽ ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന ആരോപണം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK മണി ഉദ്ഘാടനം ചെയ്തു. ஆனா இந்த பஞ்சாயத்து அதிகாரம் ஏற்றதுக்கு பின் அவர்களுக்குள்ள உள்கட்சி போராட்டம் நடக்கு. CPIக்கு CPM அது அவங்க இஷ்டம், அது என்ன பண்றாங்க, நமக்கு ஒன்றும் பிரச்சனை இல்லை. ஆனாலும் இந்த பஞ்சாயத்து செவ்வனே இருக்கின்றதா, நடைபெறுகின்றதா என்றால் இல்லை. மொத்த ஒரு ரிசல்ட் வருது. கேரளத்தில் நன்றாக இயங்குகின்ற பஞ்சாயத்து எது? ഇടുക്കി ജില്ല ഉൾപ്പെടെ ഉള്ള പഞ്ചായത്തുകളിൽ കിടന്നത് നമ്പർ 1 മൂന്നാർ വളർച്ച തിട്ടങ്ങൾ. ശരിയാ, നമ്പർ 1 മൂന്നാർ. ചിന്നക്കനാൽ റിസൾട്ട് ഇല്ല. கடைசியில் ஒதுக்கப்பட்டிருக்கின்றது வளர்ச்சி திட்டங்களில் சின்னக்காரர். ஏன்னு சொன்னால் மத்தியில் மாநிலத்தில் ஆளுகின்ற ஆட்சி யாருடையது? மார்க்சிஸ்ட் கம்யூனிஸ்ட் பார்ட்டி தலைமையிலான இடதுசாரிகளினுடைய ஆட்சி நடைபெற்று கொண்டிருக்கு. இந்த ஆட்சியில் கேரளத்தில் ஜனங்களுக்கு இத்தனை காலமாக ஏதாச்சும் நன்மைகள் இருக்கின்ற 9 வருஷத்தை கொடுத்தார்கள் கேரளத்தில் ஜனங்கள்.
எந்த விதமான நன்மைகளும் பயக்காத நிலையிலாக்கி இருக்கு. சொல்ல மறந்துட்டேன். அருமை பத்திரிகை நண்பர்கள் வந்திருக்கிறாங்க, காவல்துறை அதிகாரிகள் வந்திருக்கிறாங்க. அவங்களுக்கு எல்லாம் தெரியும், பத்திரிகையாளர்களுக்கு எல்லாம் ஒவ்வொரு நாளும் இந்த அரசை பற்றி உள்ள போராட்டங்களும் பிரச்சனைகளை பற்றி இவர்கள் என்ன செய்து கொண்டிருக்கிறார்கள் என்பதை பற்றி எல்லாம் பத்திரிகையாளர்கள் மீடியாக்காரர்கள் எல்லாம் எடுத்து பரப்பி கொண்டிருக்கிறார்கள். ஒரு சமூகத்திற்கும் நன்மைகள் இல்லாத நிலையாக இருக்கு. படிக்கக்கூடிய இந்த பிஞ்சு குழந்தைகள் உட்பட ஒரு சமூகத்துக்கு நன்மை இல்லை. ஒரு சமூகத்திற்கு நன்மை இல்லாத சத்தியம். பெண்களுக்கு முழுசும் பாதுகாப்பு இல்லை, ஒரு കാലഘട്ടത്തിൽ ഇല്ല. തെറ്റ് ചെയ്യുന്നത് ഏത് പോലീസുകാരനാണെങ്കിലും തക്കതായ ശിക്ഷ കൊടുക്കും എന്നുള്ളതാണ് മണ്ണാർക്കാട് നഗരസഭയുടെ നിലപാട്. പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് കത്തിച്ച മണ്ണാർക്കാട് പോലീസിന് നഗരസഭ പിഴ ചുമത്തിയിരിക്കുകയാണ്. 5000 രൂപയാണ് പിഴ ചുമത്തിയത്. 15 ദിവസത്തിനകം പിഴ അടച്ചില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി നേരിടേണ്ടി വരുമെന്ന് കാണിച്ച് സെക്രട്ടറി മണ്ണാർക്കാട് SHOയ്ക്ക് നോട്ടീസ് നൽകി. തിങ്കളാഴ്ചയാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നതായി നഗരസഭയ്ക്ക് പരാതി കിട്ടിയത്. നഗരസഭാ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചതോടെ ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. നേരത്തെയും പോലീസിനെതിരെ സമാന പരാതിയുണ്ട്. സ്ഥാപനങ്ങളിലെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നഗരസഭാ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ ഓഫീസുകളിലും നിർദ്ദേശം നൽകിയിരുന്നു. ഇവിടങ്ങളിൽ നിന്നെല്ലാം മാലിന്യം ഹരിതകർമ്മസേന ശേഖരിക്കുന്നുമുണ്ട്. എന്നിട്ടും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യം കത്തിക്കുന്ന സാഹചര്യത്തിലാണ് പിഴ ചുമത്തിയതെന്ന് നഗരസഭാ സെക്രട്ടറി M സതീഷ് കുമാർ പറഞ്ഞു. നിയമവിരുദ്ധമായി മാലിന്യം കത്തിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് സെക്രട്ടറി അറിയിച്ചു. സമാന കേസിൽ നേരത്തെ സിവിൽ സ്റ്റേഷനിലും പിഴ ചുമത്തിയിരുന്നു. ന്യൂസ് 18 പാലക്കാട്. കോട്ടയം വൈക്കത്ത് കാണാതായ ഫിഷ് ഫാം ഉടമയെ ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. ഫിഷ് വേൾഡ് അക്വാ ടൂറിസം ഫാമിന്റെ ഉടമ ടി.വി.പുരം സ്വദേശി വിപിൻ നായരെ കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടി തൂക്കിയ നിലയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമെന്നാണ് പോലീസിന്റെ സംശയം. തിങ്കളാഴ്ച രാവിലെ മുതലാണ് വിപിൻ നായരെ കാണാതായത്. തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ മൃതദേഹം കരിയാറ്റിൽ നിന്ന് കണ്ടെത്തി. കാലിലും കഴുത്തിലും ഇഷ്ടിക കെട്ടിയ നിലയിലായിരുന്നു. ഫാമിലെ താൽക്കാലിക ഷെഡിൽ വിപിൻ കിടന്നിരുന്ന കട്ടിൽ മറിഞ്ഞുകിടക്കുന്ന നിലയിലായിരുന്നു. വിപിന്റെ ഫോണും വാഹനത്തിന്റെ താക്കോലും ഫാമിന്റെ സമീപത്തു നിന്ന് കണ്ടെത്തി. സംഭവം കൊലപാതകമാണെന്നാണ് പോലീസിന്റെ സംശയം. തോട്ടകം അട്ടാറപ്പാലത്തിന് പടിഞ്ഞാറ് വശത്ത് കരിയാറിന്റെ തീരത്താണ് വിപിന്റെ ഫാം. തിങ്കളാഴ്ച രാവിലെ മകളെ തിരുവനന്തപുരത്തേക്ക് ബസ് കയറ്റിവിടാൻ ചെല്ലുമെന്ന് ഇദ്ദേഹം വീട്ടുകാരോട് പറഞ്ഞിരുന്നു. എന്നാൽ വീട്ടിൽ എത്താതായതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കാണാതായെന്ന വിവരം വീട്ടുകാരറിയുന്നത്. ഫാമിലെ CCTV ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ശേഷമായിരിക്കും മരണകാരണത്തെക്കുറിച്ച് വ്യക്തത വരിക. ന്യൂസ് 18 കോട്ടയം. തൃത്തല കൂടല്ലൂർ കുട്ടക്കടവ് റെഗുലേറ്റർ നിർമ്മാണം മെക്കാനിക്കൽ ജോലികളുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 35 കോടി രൂപ ചെലവിൽ റീബിൽഡ് കേരള പദ്ധതിയിലാണ് കൂടല്ലൂർ കുട്ടക്കടവ് റെഗുലേറ്ററിന്റെ പണികൾ പുനരാരംഭിച്ചത്. നിർമ്മാണം പുരോഗമിക്കുന്ന കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ സിവിൽ ജോലികൾ 97% പൂർത്തിയായി കഴിഞ്ഞു. ഷട്ടർ, മോട്ടോർ എന്നിവ സ്ഥാപിക്കൽ, നടപ്പാത, വാച്ച്റൂം തുടങ്ങിയ ജോലികൾ മെക്കാനിക്കൽ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഗുജറാത്ത് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്കാണ് മെക്കാനിക്കൽ പ്രവൃത്തികളുടെ ചുമതല. നേരത്തെ നൽകിയ മെക്കാനിക്കൽ ജോലികളുടെ DSRനോടൊപ്പം 25% കൂട്ടിയ റിവേഴ്സ് എസ്റ്റിമേറ്റിനാണ് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകിയത്. 19 തൂണുകളുള്ള റെഗുലേറ്ററിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾ, ഇതിനോട് ചേർന്ന കൈവരി നിർമ്മാണം എന്നിവയെല്ലാം ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. മെക്കാനിക്കൽ ജോലികൾ പൂർത്തിയായാൽ മാത്രമേ റെഗുലേറ്ററിന്റെ ബാക്കി വരുന്ന സിവിൽ ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. ആനക്കര, പട്ടിത്തറ, പരുതൂർ, ഇരുമ്പിളിയം പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്നതാണ് കൂട്ടക്കടവ് റെഗുലേറ്റർ. ഈ പദ്ധതി ആശ്രയിച്ച് വിവിധ പഞ്ചായത്തുകളിൽ ശുദ്ധജല ജലസേചന പദ്ധതികളുടെ പണികളും അവസാന ഘട്ടത്തിലാണ്. 2015 ആരംഭിച്ച് 2018 പ്രളയവും മറ്റ് കാരണങ്ങളാലും നിർമ്മാണം നിലച്ച പദ്ധതി രൂപകൽപ്പനയിലെ ചില മാറ്റങ്ങളോടെ കഴിഞ്ഞ വർഷമാണ് വീണ്ടും നിർമ്മാണം തുടങ്ങിയത്. ന്യൂസ് 18 പട്ടാമ്പി. നാട്ടുകാർ പിരിവെടുത്ത് നിർമ്മിച്ച പാലത്തിന്റെ അപ്രോച്ച് റോഡ് ജല അതോറിറ്റിയുടെ അനാസ്ഥയിൽ തകർന്നു. പത്തനംതിട്ടയിലെ അത്തിക്കയം ഗുരുമന്ദിരം കടുമിൻചിറ റോഡിലെ പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് തകർന്നത്. 17 വർഷമായി ജല അതോറിറ്റി ഉപയോഗിക്കാതിരുന്ന പൈപ്പിലൂടെ വെള്ളം തുറന്നുവിട്ടതാണ് അപ്രോച്ച് റോഡ് തകരാൻ കാരണം.
അത്തിക്കയം ഗുരുമന്ദിര റോഡിന്റെ പാലം നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെയാണ് നാട്ടുകാർ പിരിവെടുത്ത് പാലം നിർമ്മാണവും അപ്രോച്ച് റോഡും പൂർത്തിയാക്കിയത്. പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം നാട്ടുകാർ തന്നെ ഗതാഗതത്തിനായി റോഡ് തുറന്നുകൊടുക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വർഷങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പിലൂടെ വെള്ളം തുറന്നുവിട്ടത്. പാലം നിർമ്മാണ സമയത്ത് വാട്ടർ അതോറിറ്റി പൈപ്പുകൾ മുറിച്ചു മാറ്റിയിരുന്നെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചിരുന്നില്ല. ഇത് അറിയാതെയാണ് വെള്ളം തുറന്നുവിട്ടത്. അപ്രോച്ച് റോഡിന്റെ ഭൂരിഭാഗവും ശക്തമായ ഒഴുക്കിൽ തകർന്നതോടെ റോഡ് അപകടസ്ഥിതിയിലായി. ഈ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി കാണിച്ച ഏറ്റവും പൈശാചികമായ ഒരു പ്രവണതയിൽ ഈ റോഡിന്റെ ഇവിടം ഇത് ഇടിഞ്ഞതാണത്. തലേ ദിവസം റോഡ് ഓപ്പൺ ചെയ്ത് നാട്ടുകാർ കൊടുക്കുന്നു. അതിന് പിറ്റേ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ പണ്ടങ്ങ കുഴിച്ചിട്ട് പൈപ്പിലൂടെ വെള്ളം കടത്തി വിട്ടുകൊണ്ട് ഈ റോഡ്, ഈ അപ്രോച്ച് റോഡ് തകർന്നത് ഈ നാട്ടുകാർക്കും ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച ധാരാളം സുമനസ്സുകളുണ്ട്, അവർക്കൊക്കെയും വളരെ വേദനാജനകമായ ഒരു സംഭവമായി പോയി. വീടുകൾ തോറും കയറിയിറങ്ങിയാണ് നാട്ടുകാർ ഗതാഗത സൗകര്യമില്ലാത്ത പ്രദേശത്തേക്ക് പിരിവെടുത്ത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് പൂർത്തിയാക്കിയത്. പൈപ്പുകൾ പുനഃസ്ഥാപിക്കാൻ പ്രമോദ് നാരായണൻ MLA വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നുള്ളതാണ് പ്രവചനം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. ഒരു ജില്ലയിലും ഇപ്പോൾ നിലവിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. നാളെ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ടാണ്. ഞായറാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായി തീവ്രമഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യം കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, പെരിയാറിന്റെ അടക്കം തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കടലിൽ പോകുന്നവരൊക്കെയും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളത്. ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പരമ്പരാഗത യാനങ്ങൾ കടലിൽ പോകുന്നൊരു സമയം കൂടിയാണ്. എന്തായാലും കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുമ്പോൾ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. അപ്രതീക്ഷിതമായി വലിയ മഴകൾ പെയ്യാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. എന്തായാലും ഇന്ന് 2 ജില്ലകളിൽ മാത്രമാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് ഉള്ളത്. റെഡ് അലർട്ട് മുന്നറിയിപ്പ് എവിടെയുമില്ല. അതോടൊപ്പം എല്ലാവരും ആകാംക്ഷയോടെ, കുട്ടികളൊക്കെ നോക്കിയിരിക്കുന്നത് ഇന്ന് അവധി ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഒരു ജില്ലയിലും റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇല്ലാത്തതിനാൽ തന്നെ ഒരിടത്തും ഇത്തരത്തിൽ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. കണ്ണൂരും കാസർഗോഡും മാത്രം അതിതീവ്ര മഴയല്ല, ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ രാവിലെകൾ പോസിറ്റീവാക്കാൻ നല്ല വാക്ക് കേൾക്കാൻ പോവുകയാണ്. നല്ല വാക്കിന് ശേഷം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങിയെത്താം.